അമേരിക്കയുടെ MQ-9 ചാര ഡ്രോൺ യമൻ വെടിവെച്ച് വീഴ്ത്തിയ വിവരം പുറത്തു വന്നു. 33 മില്യൺ വിലമതിക്കുന്ന ഡ്രോണാണ് തകർന്നത് എന്ന് പടിഞ്ഞാറ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. യമനിലെ അൽറേഫിൽ ഇത്തരം സംഭവം നടക്കുന്നത് 18ാമത്തെ തവണയാണ്. ചില ഭാഗങ്ങളിൽ അൽറേഫിലാണെങ്കിലും മറ്റ് ഈ യമൻ്റെ തലസ്ഥാന നഗരിയെ സന്ന കേന്ദ്രീകരിച്ചുകൊണ്ടും നടക്കാറുണ്ട്. അങ്ങനെ 18ാമത്തെ MQ-9 ചാര ഡ്രോണാണ് ഇവിടെ യമൻ വെടിവെച്ച് തകർത്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഈ ഡ്രോണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിരീക്ഷണം നടക്കുക മാത്രമല്ല, ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എന്നുള്ള വിവരങ്ങളും ഇതിനിടയിൽ തന്നെ MQ-9ൻ്റെ വിശേഷങ്ങൾ എന്ന തരത്തിൽ പുറത്തു വന്നതാണ്. $33 മില്യൺ ഒന്നിൻ്റെ വില കണക്കാക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഈ അമേരിക്കയുടെ സൈനിക മേധാവികൾ തന്നെ പറയുന്ന കാര്യം, വളരെ ചെലവ് കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യമൻ അമേരിക്കയുടെ ഇത്തരം ഡ്രോണിനെ ആക്രമിക്കുന്നത്. ഏകദേശം $10,000 മാത്രം വിലയുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് 33 മില്യൺ വില വരുന്ന ഡ്രോണിനെ ആക്രമിക്കുന്നു. വലിയ നഷ്ടങ്ങളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അമേരിക്ക പറയുന്നു, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം യഥാർത്ഥത്തിൽ ലോകത്തോട് പറയാൻ പോലും സാധിക്കാത്ത വിധമാണ്, അതൊരു നാണക്കേടായിട്ട് നിലനിൽക്കുകയാണ്. ഹമാസ് ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ യമനും ഉപയോഗിക്കുന്നു. അവർ ചെറിയ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ്, അതിന് റോക്കറ്റ് ആക്രമണമാണ് ഇവിടെ ഇസ്രായേലിലേക്ക് നടത്തുന്നത്. ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കുന്ന അയൺ ഡോം കൊണ്ട് പ്രതിരോധിക്കുമ്പോൾ ഇവർ വിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർ പറത്തുന്ന മിസൈലിൻ്റെ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട രീതിയിലുള്ള അക്രമ സ്വഭാവമുള്ള വസ്തുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ വിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ ഏകദേശം 125% മടങ്ങ് പണം വരുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക നഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കറൻസി മൂല്യം പോലും ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നു. മേഖല കേന്ദ്രീകരിച്ച് പറയുന്ന സമയത്ത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടും യമൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ നടക്കുന്നത് അമേരിക്കക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു വിജയമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കാത്തതും ഇസ്രായേലിന് സാധിക്കാത്തതും ലോകത്തിന് മുമ്പിൽ അവർക്കുണ്ടായിരിക്കുന്ന യശസ്സും അംഗീകാരത്തിലും വലിയ രീതിയിൽ ക്ഷതമുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചില തന്ത്രങ്ങൾ എടുത്തിരിക്കുന്നു എന്ന വിവരം ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നതാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ലെബനാനിൽ ഉപയോഗിച്ച പോലെ ചാരന്മാരെ രാജ്യത്ത് പ്രവേശിപ്പിച്ചുകൊണ്ട് രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. അതിന് ഈ ഒരു സംഭവം കൃത്യമായ രീതിയിൽ ഇറാൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ളൊരു നിർദ്ദേശ കാര്യങ്ങളൊക്കെ യമന് നൽകിയിരിക്കുന്നു എന്നും പറയുന്നു. അതിൻ്റെ കാര്യം, ഇറാനിൽ വെച്ചിട്ടാണ് ഹമാസിൻ്റെ നേതാവായ ഇസ്മായിൽ ഹാനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത്. അതിൽ ഇറാൻ്റെ സൈനികർക്ക് പങ്കാളിത്തമുണ്ട് എന്നൊരു സംശയം പുറത്തു വരികയും വലിയ രീതിയിലുള്ള അന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യത്തിൽ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്, പക്ഷേ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും സൈനിക കമാൻഡർക്ക് ഇങ്ങനെ ഇസ്രായേലിനെ സഹായിച്ചതിൽ പങ്കാളിത്തമില്ലെങ്കിലും സൈനികർക്കാർക്കെങ്കിലും പങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്. അതിൻ്റെ കാര്യം അവർ പറയുന്നത്, ഇറാൻ്റെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന കേന്ദ്രത്തിൽ താമസിക്കുന്ന ഹമാസിൻ്റെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ റൂമിൻ്റെ നമ്പർ പോലും ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതും, കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത് എന്നതിനാൽ ഇതിൻ്റെ പിന്നാമ്പുറം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ മനസ്സിലാക്കുന്നത്. അവരെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പകരം അവർക്ക് ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇറാൻ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വന്നിരിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴത്തെ രണ്ടാം ഘട്ട വിഷയം എന്ന് പറയുന്നത്, ഇത്തരമൊരു പരീക്ഷണം യമനിൽ നടത്തിയാൽ വിജയിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പം നിലവിൽ പ്രസക്തമായിരിക്കുന്ന ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്.
അപ്പോൾ യമനിൽ ഇത്തരം ചാരപ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം വിജയം കാണും എന്നുള്ളത് ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ഏതെങ്കിലും ഒരു സൈനിക മേധാവി കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ലെബനാനിൽ അത് ഉണ്ടായിട്ടുണ്ട്, ഫലസ്തീനിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഈ യമനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് മാത്രം അത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ തന്ത്രങ്ങൾ എത്രത്തോളം കനത്തതാണ് എന്ന് തെളിയിക്കുന്നതാണ്. അവരുടെ സമീപന രീതികളും യുദ്ധത്തിന് അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ അമേരിക്കയുടെ സൈനികർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ചൈനയുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനിടയിൽ യമനെ ആക്രമിക്കുക എന്നുള്ളൊരു പദ്ധതിയും ഇതിൻ്റെ ഇടയിൽ തന്നെ അമേരിക്ക കൊണ്ടുവന്നിരുന്നു. അത് പിന്നെ വേണ്ടത്ര രീതിയിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവർ പറയുന്ന കാര്യം അമേരിക്കക്ക് 54% തീരുവ പ്രഖ്യാപിച്ചു. അതോടനുബന്ധിച്ച് തന്നെ ചൈനക്ക് അമേരിക്ക പ്രഖ്യാപിച്ചു. അതിനോടനുബന്ധിച്ച് തന്നെ ചൈന 34% തീരുവ തിരിച്ചും പ്രഖ്യാപിച്ചു. കാരണം അവർ തമ്മിലിപ്പോൾ കൊമ്പ് കോർക്കുകയാണ്. വലിയൊരു അന്താരാഷ്ട്ര വിഷയമുണ്ടാക്കിയിട്ട് മറ്റൊരു രീതിയിൽ യുദ്ധം നടക്കുന്ന രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളത് പല ഘട്ടത്തിലും അമേരിക്ക ഉപയോഗിക്കുന്ന തന്ത്രമാണ്. ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചൈനയുമായിട്ട് കൊമ്പ് കോർക്കുന്നത് എന്ന് പറയുന്നു. കാരണം ചൈനയുമായിട്ടൊരു യുദ്ധത്തിന് ഒരിക്കലും അമേരിക്ക തയ്യാറാകില്ല. അമേരിക്ക ആ യുദ്ധത്തിൽ വിജയിക്കാനുള്ള സാധ്യതയും തീരെ കുറവാണ്. ചൈനയോടൊപ്പം മറ്റുള്ള രാജ്യങ്ങൾ ചേർന്ന് നിൽക്കും. അമേരിക്കയോടൊപ്പം പരസ്യമായ രീതിയിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ചേർന്ന് നിൽക്കാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ അമേരിക്ക നിർമ്മിക്കുന്ന ഹോളിവുഡ് സിനിമ ചൈനയിൽ നിരോധിക്കും എന്നുള്ളതാണ്. വലിയ രീതിയിൽ പ്രചാരവും ബില്യൺ കണക്കിന് സാമ്പത്തിക വരുമാനവും വർഷാന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ അത്ര വിജയിക്കുന്നത് മുഴുവൻ യഥാർത്ഥത്തിൽ ഇവിടെ ചൈനയിലാണ്. ചൈന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ചൈനയിലാണ് എന്നതിനാൽ ഇപ്പോൾ അത് ഇന്ത്യയിലായിട്ടുണ്ട്. 2ാം സ്ഥാനത്തേക്ക് ചൈന പോയിട്ടുണ്ടെങ്കിൽ പോലും സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യനേക്കാണ് വലിയ രീതിയിലുള്ള അംഗീകാരവും സ്വീകാര്യതയുള്ളത് ചൈനയിലാണ്. സാമ്പത്തിക വരുമാനത്തിലെ വലിയ മുന്നേറ്റം ഇന്ത്യ അപേക്ഷിച്ചുകൊണ്ട് ഏകദേശം 40%-ലധികവും ചൈനയിലാണ് എന്ന് പറയപ്പെടുന്നു. അതവർ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. അതേപോലെ തന്നെ ചൈനയുടെ വിപണി എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ഒരുപാട് നടക്കുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഏറ്റവും കൂടുതൽ ചൈനയിലേക്കാണ് അമേരിക്ക കടത്തിവിടുന്നത്. അത് നിരോധിക്കുന്നതോട് കൂടിയിട്ട് ഈ മേഖല ഈ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ഈ അമേരിക്കക്കുണ്ടാവും. അങ്ങനെ തന്ത്രപരമായിരിക്കുന്ന നീക്കം നോക്കിയിട്ടാണ് ചൈനക്കെതിരെ അമേരിക്ക നിലപാടെടുക്കുന്നത്. അമേരിക്കക്കെതിരെ ചൈന നിലപാടെടുക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ട്രംപിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ വിഷയമായിട്ട് നിലയ്ക്കാണ്. ചൈന ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയും പാർലമെൻറ്റിൻ്റെ പിന്തുണയോട് കൂടിയുമാണ് എടുക്കുന്നത്. അതിനെ എതിർത്ത് പറയാൻ വേണ്ടിയിട്ട് ചൈനയിൽ ആളുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. നേരെ തിരിച്ചു കയറ്റി അമേരിക്കയിലാണ് പറയുക. അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ പാർലമെൻറ്റിൻ്റെ നയങ്ങളും നിലപാടുമല്ല യഥാർത്ഥത്തിൽ ട്രംപ് നടപ്പിലാക്കുക. ട്രംപിൻ്റെ നയങ്ങളും നിലപാടുമാണ്. അത് പാർലമെൻറ്റ് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. അത് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുക. അപ്പോൾ ഏതെങ്കിലും മേഖല ഒരു വിജയം ഉണ്ടാക്കി കൊടുക്കുക. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യുദ്ധവിരാമം ഉണ്ടാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ക്രെഡിറ്റ് ആയിട്ട് ട്രംപിന് കിട്ടുമായിരുന്നു. ബൈഡന് നടക്കാത്തൊരു കാര്യം എനിക്ക് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുമായിരുന്നു. ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവധി കഴിഞ്ഞ് ഇറങ്ങി പോകുന്നതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം 2 യുദ്ധങ്ങളും ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിച്ച് സന്തോഷത്തോടു കൂടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടന്നിട്ടില്ല. ട്രംപ് അധികാരത്തിൽ ഏറുന്നതിന് മുമ്പുള്ള ഈ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് 2 യുദ്ധങ്ങളും താൻ കയറിയിട്ട് വല്ലാതെ മണിക്കൂറുകൾക്കകം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അത് രൂക്ഷമായി തുടരുകയും ചെയ്തു. ഇങ്ങനെ പരസ്പരം ഒരിക്കലും യോജിപ്പില്ലാത്ത രീതി അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധം രാജ്യത്തിലെ ജനങ്ങൾക്ക് തന്നെ എതിർപ്പുണ്ടാകുന്ന രീതിയിലാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ യമനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ബൈഡൻ്റെ കാലത്ത് അവർ പരാജയപ്പെട്ടു, ട്രംപിൻ്റെ കാലത്ത് അവർ പരാജയപ്പെടുന്നു. 2 പ്രസിഡന്റുമാർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യം പാകിസ്ഥാനിലുണ്ടായിരുന്ന അൽഖ്വയ്ദയുടെ നേതാവ്, അൽഖ്വയ്ദ ഭീകര സംഘടനയുടെ നേതാവായിരുന്ന ബില്ലാദിനെ പിടിക്കാൻ പോലും തന്ത്രപരമായിരിക്കുന്ന സൂത്രങ്ങൾ തയ്യാറാക്കിയ രാജ്യമാണ് അമേരിക്ക. ആ രാജ്യത്തിൻ്റെ അകത്ത് കയറി ഈ ബില്ലാദിനെ കണ്ടെത്തുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഒരുപാട് സാമ്പത്തികം മുടക്കിയിട്ടുണ്ടെങ്കിൽ പോലും ലക്ഷ്യം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ലിബിയയുമായിട്ട് ബന്ധപ്പെട്ട കേണൽ ഗദ്ദാഫിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാവിധ തന്ത്രങ്ങളും മെനഞ്ഞു കൊടുത്തത്
അമേരിക്കയാണ്. അമേരിക്ക ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് നിരീക്ഷണം നടത്തിയിട്ട് ഈ ട്രിപ്പോളിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഈ ലിബിയയുടെ പ്രസിഡന്റ് ഗദ്ദാഫിയുടെ ചിത്രങ്ങൾ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ വിമതപക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആകാശത്ത് സ്ഫോടനം നടത്തിക്കൊണ്ട് കാറ് തകർക്കുകയും ചെയ്തത് അമേരിക്കയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മേലെ വലിയ തന്ത്രപരമായിരിക്കുന്ന നീക്കം നടത്തിയിട്ട് വിജയം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം യമന് മുമ്പിൽ തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നാണക്കേടാണ് എന്ന തരത്തിൽ ഈ അമേരിക്കയുടെ പ്രതിപക്ഷം തന്നെ എത്തിയിരിക്കുന്നത്. അവർ ഈ കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്യുന്നത്, വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പങ്കാളിത്തമൊന്നുമില്ല. നമ്മൾ അതിൽ അവർ തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ സാമ്പത്തികം മുടക്കേണ്ട കാര്യം തന്നെ തെറ്റായിരിക്കുന്ന പ്രവണതയാണ് എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്കയിൽ നിന്ന് തന്നെ ബൈഡനെതിരെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കത് അഭിമാന വിഷയമാണ്. അവിടെ എന്ത് ചെയ്യണം, അവിടെ റഷ്യയെ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് 3 കൊല്ലമായി. പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുമില്ല. സാമ്പത്തിക ഒരുപാട് നഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്ന നാണക്കേട് അമേരിക്കയുടെ പ്രസിഡന്റ്മാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങൾ വലിയ സർവ്വശക്തിയുള്ള രാജ്യങ്ങളൊക്കെ പരാജയപ്പെടുത്തുന്ന നാണം കെട്ടൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ പറയുന്നത് വലിയ സാമ്പത്തിക നഷ്ടം ഈ മേഖലയിൽ അമേരിക്കക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. $33 മില്യൺ വില വരുന്ന ഡ്രോണിനെയാണ് കേവലം $10,000 പോലും വില വരാത്ത മിസൈൽ കൊണ്ട് യമൻ ആക്രമിച്ചുകൊണ്ട് തോൽപ്പിക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത്. ഇങ്ങനത്തെ അത്ഭുതങ്ങളായിരിക്കുന്ന സംഭവങ്ങളൊക്കെ അമേരിക്കയുടെ ചരിത്രത്തിൽ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് അമേരിക്കയുടെ സൈനികർ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്.